ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെന്റ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിലാണ് നമ്മുടെ വാഷ്റൂം ഒക്കെ നല്ല വൃത്തിയുള്ള വാഷ്റൂമാണ്. നമുക്ക് വാഷ്റൂമിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പേടിക്കാൻ വേണ്ടി ഒരു മിററുണ്ട്. പിന്നെ ഈ മിറർ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. അപ്പുറത്തും ഉണ്ട്, അപ്പുറത്ത് രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്ത് തുറക്കാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് ഗൈസ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തുറന്നു കാണിക്കുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. സ്റ്റൗ ഗൈസ്. പിന്നെ ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു ടേബിൾ ഡൈനിങ് സെറ്റപ്പ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ഇതുണ്ടോ, ഒരു TV ഉണ്ട്. പിന്നെ അതെ, ഈ സോഫ നമുക്ക് നേരെ വലിച്ച് ബാക്കിലേക്ക് നീക്കാൻ പറ്റും. ഇപ്പൊ വലിക്കണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 റൂമാണുള്ളത്. ഫസ്റ്റ് റൂം ഇതാണ്. അതെ, റൂമിൽ കയറിയപ്പോ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വ്യൂ കിട്ടിയപ്പോ വി തോട്ട് ഈ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് ഫസ്റ്റ് തന്നെ ഇതിങ്ങനെ എടുത്തത്. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ റൂം ഡോർ പറഞ്ഞു പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഞങ്ങൾ അപ്പുറത്തെ റൂമിൽ പോയി. ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് ഫാൻ AC ഉണ്ട്, AC ഉണ്ട്, ഹീറ്ററും ഉണ്ട്. ഫാനില്ല, AC ഒരു സ്ഥലത്തുള്ളൂ. അതെ, AC ആണ് ഈ ഫുൾ. പിന്നെ ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ റൂമില് കബോർഡ്സ് ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ റൂമിലേക്ക് വരുമ്പോൾ വി ഹാവ് എ ബ്യൂട്ടിഫുൾ ബെഡ്. ഇത് എന്റെയും ഡോറിന്റെയും ബെഡാണ്. പിന്നെ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ട്. ഇതിനകത്ത് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം. ഞങ്ങളെല്ലാം അൺപാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ എന്തുകൊണ്ട് ഈ റൂം ചൂസ് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ കട്ടിൽമേൽ കിടന്നാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണുന്ന സീനറി ഇതായിരിക്കും ഗൈസ്. കണ്ടോ, പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ സ്ഥലങ്ങൾ നമുക്ക് കണ്ട് തുറക്കുമ്പോഴേ കാണാൻ പറ്റും. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേര് കളിക്കുന്നുണ്ട്, കുറെ പേര്. പിന്നെ ഇവിടെ വലിയൊരു മിററുണ്ട് ഗൈസ്. അതെ, മിററുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ, ഞങ്ങളുടെ കുറച്ച് ക്ലിപ്പും മേക്കപ്പ് പ്രോഡക്ട്സ് ഇല്ല, ക്ലിപ്പും ഹെയർ അക്സസറീസ് ഒക്കെ എടുത്ത് വെച്ചു നിങ്ങള്. അതെ, മേക്കപ്പ് ഇരുന്ന് ഡോറൊക്കെ ഇടാം. ഞാൻ മേക്കപ്പ് ഇടാറില്ല. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീയില് കാലം കൂടുതൽ മേക്കപ്പ് ഡോർ ഇടും ഗൈസ്. പിന്നെ അവള് എന്താ എയർപോർട്ടിൽ കുറെ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യണോണ്ടാണ് അവളെ ചെയ്യാണ്ടിരുന്നത്. അത് കണ്ണിലും കാണാനുണ്ട്. കണ്ണാണിച്ച് നമുക്ക് കണ്ടിരിക്കണൊക്കെ ബ്ലാക്ക് കളറില്. അപ്പൊ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര എന്താ വൃത്തിയുണ്ട്, എല്ലാം ക്ലീൻ, എല്ലാം പീസ്ഫുൾ, എല്ലാം സെറ്റ്. അപ്പൊ നീലുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കസാഖിസ്ഥാൻ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അൽമാത്തിയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. കൊടുക്കും. അപ്പോൾ ഇത് സെപ്പറേറ്റ് വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ലൈക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇതുണ്ട്. പക്ഷെ എല്ലാം എന്താ, നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലോഡ്ജ് പോലെ, ലൈക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വേറെ കുറേ പേരുണ്ടാവും നമ്മുടെ കൂടെ. ഇതിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരണയാണെങ്കിൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഒരു പ്രൈവസി ഉണ്ടാവും. കിച്ചൺ ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ താഴെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒരു കൊറിയൻ കഫേ ഉണ്ട്. സെറ്റാണ് ഇവിടെ, അടിപൊളി. ഇവിടുത്തെ ആൾക്കാർ ഇതിന്റെ അപ്പുറം നല്ല ആൾക്കാർ, ഭയങ്കര നല്ല ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. ലൈക്ക് ഞങ്ങള് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവർ ചോദിച്ചു ഫോട്ടോ എടുത്ത് തരണമെന്നൊക്കെ ചോദിച്ചു. ഭയങ്കര നല്ല ആൾക്കാർ, ഭയങ്കര കൈൻഡ് പീപ്പിളാണ് ഇവിടുത്തെ ആൾക്കാർ. ഡോറത്തിരി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമന്റ് ബോക്സിൽ ഏതെങ്കിലും ഒന്നിൽ കൊടുത്തേക്കും. സോ ടാറ്റാ.